പാതിരാവിൽ കുട്ടി ബാസലിൽ അടുത്ത് ഓശ കേട്ടവന്റെ ഉമ്മയാൽ ആസിത്തെ അത്തിരാൽ തുറന്നു വാതിൽ ഡാട്ടനെ തരിഞ്ഞ് തരിതത്തവന്റെ കൈപിടിത്ത് കൺമുഖം മണത്തെ താരുളെ നീ ഹബ്സദീന് എങ്ങനെ വന്നത്തെ ഊരത്തവൻ നീ ഹബ്സദീന് എങ്ങനെ വന്നത്തെ ഊരത്തവനാദന്റെ ഉമ്മ കേളുവിൻ പാലത്തെ ഉന്മഭാഷം ഞാൻ കെണിയിൽ ദുഃഖമാൽ മൂഷിത്തെ ഈരിന്തിടുമ്പോൾ കണ്ടൊരു വളർമയുൾ കരത്തെ ഇട്ട സലാസിൽ അതിനെ പൊട്ടുവാനൊരു സൗത്തെ തരമഹീനിൽ എന്നുടെ യതിക്കകം ഗണിത്തെ ചങ്ങല തേറിത്ത് ഞാനും പോരെ ഈ സാത്തെ തിരുത്തവന്റെ തായെ സന്തോഷിത്തെ പാടലായി തിരുത്തവന്റെ തായെ സന്തോഷിത്തെ പാർത്തിടാമൽ അയ്യവളും കൂടെ എളുപ്പത്തെ പാർത്തിടാമൽ അയ്യവളും കൂടെ എളുപ്പത്തെ വീട് ആഹ്ലോരുമേ ബന്ദ് വീട് ആഹ്ലോരുമേ ബന്ദ് ബിയുടെ ഹലറത്തെ മികുദിന സത്തോടെ നീണ്ടോതി ഷഹാദത്തെ മികുദിനെ സത്തോടെ നീണ്ടോതി ഷഹാദത്തെ കൂടി ദീനിൽ ഒക്കവർകൾ ബീവിയിൽ ഖിദ്മത്തെ ഗുണകാരത്തിൽ ചെയ്തവർകൾ ഔഫിനാൽ നീളത്തെ പാടുവാൻ അതർവാണത്തിൽ അല്ലാഹുൽ ബൈത്തെ പാടുവാൻ അതർവാണത്തിൽ അല്ലാഹുൽ ബൈത്തെ പറ്റിയേറ്റം ആദരിത്ത് ഉരത്തിത ആയത്തെ മികുതി ബീന ഫീസതോരിൽ അൻഹററി അല്ലാഹ് മിനുതരായ മൈമുറാദ് ആകെയും വീട്ടല്ലാഹ് ചികവരാം ഷാഫിഈ ഇമാം എപ്പോഴും അടുത്തേ ചെയ്തിരിക്കും തേട്ടം ഹദി സേറയാൽ തരീത്തേ മികവരിൽ ദീനം ഭവിക്കോൾ ബീവിയോരിടത്തെ
ഈജിപ്തിലെ മആഫിറിൽ താമസിച്ചിരുന്ന ഒരു സാധു മനുഷ്യന്റെ കുട്ടിയെ ഏദനിൽ വെച്ച് ഒരു കൊള്ളസംഘം തട്ടിക്കൊണ്ടുപോയി. കുട്ടിയെ അന്വേഷിച്ച് രക്ഷിതാക്കൾ എല്ലാ വാതിലുകളും മുട്ടി. പക്ഷേ കണ്ടെത്താനായില്ല. ദിനങ്ങൾ പിന്നിടവേ അവർ നഫീസ ബീവിയെക്കുറിച്ച് കേൾക്കാനിടയായി. ഒരു ദിവസം അവർ ബീവിയെ സന്ദർശിച്ചു. വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ മകനെ ഏദനിൽ വെച്ച് ആരോ തട്ടിക്കൊണ്ടുപോയി. ഇതുവരെ ഒരു വിവരവുമില്ല. ബീവി ഞങ്ങളെ സഹായിക്കണം. നഫീസ റളിയല്ലാഹു അൻഹ റബ്ബിനോട് കുട്ടിയെ തിരിച്ചു കിട്ടാനായി പ്രാർത്ഥിച്ചു. അന്ന് നേരം ഇരുട്ടി. ആ വീട്ടിൽ ദുഃഖം തളം കെട്ടി നിൽക്കുകയായിരുന്നു. ചുറ്റുപാടും മൂകമാണ്. പെട്ടെന്നൊരു ശബ്ദം. വാതിലിൽ ആരോ മുട്ടുന്നു. വീട്ടുകാർ വാതിൽ തുറന്നു. കുട്ടിയിതാ വാതിലിനരികിൽ നിൽക്കുന്നു. എല്ലാവരും വിസ്മയഭരിതരായി. രക്ഷിതാക്കൾ അവനെ വാരിപ്പുണർന്നു. സംഭവിച്ചതെല്ലാം അവൻ വിവരിച്ചു. അവർ എന്നെ കൊണ്ടുപോയി ഭാരമേറിയ ജോലികൾ ചെയ്യിപ്പിച്ചു. ഇന്ന് ചങ്ങലയിൽ ബന്ധിച്ച എന്റെ കയ്യിൽ ആരോ പിടിച്ചതായി എനിക്ക് തോന്നി. ഉടനെ ഒരശരീരി മുഴങ്ങി, ഇവനെ നിങ്ങൾ മോചിപ്പിക്കുക. ഇവന്റെ കാര്യത്തിൽ നഫീസ ബീവി റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു എന്നായിരുന്നു അത്. ഉടനെ അവർ എന്നെ വിട്ടയച്ചു. പക്ഷേ ഇത്ര വേഗത്തിൽ വീട്ടിലെത്തിയത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. ബീവിയുടെ ജീവിതകാലത്തെ കറാമത്തുകളിൽ നിന്നും ഒരു സംഭവമാണ് ഇത്. ഈ സംഭവം അറിഞ്ഞ അനേകം പേർ സൽഭാന്താവിലേക്ക് കടന്നുവന്ന് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു.